ഞാനേ ഇവിടെ കഴിക്കാൻ വിശന്നിരിക്കുക. ഓരോരുത്തരും ഓരോ പണിയില്ല. അച്ഛൻ മച്ചി രാമായണം ചൊല്ലുക. അമ്മയാണെങ്കിൽ ചക്കയും അമ്മയും മാമനും ചക്ക ഒരുക്കുക. ഞാനിവിടെ വിശന്നിരിക്കുക. അവരെല്ലാം പണിയിലായതുകൊണ്ട് അവരൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പൊ ഇന്ന് ഞാൻ തന്നെ ഉണ്ടാക്കാൻ പോവാ. എൻ്റെ പാചകമാ. അപ്പൊ നമുക്ക് ഉണ്ടാക്കിയാലോ? ലീല ടിപ്സ് ആൻഡ് വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ പണിയൊക്കെ കഴിയുമ്പോഴത്തേനുവേ എനിക്ക് വിശപ്പം കൂടും. അപ്പൊ ഞാൻ അടുക്കള കയറുവാ. ഞാൻ തന്നെ ഉണ്ടാക്കി കാണിക്കാവേ ഇന്ന്. അത് പേരൊന്നുമില്ല, ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഒരു സാധനം. അപ്പോഴേ നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. ഞാൻ അരിയുന്നതുകൊണ്ട് അതിൻ്റെതായ പോരായ്മകളൊക്കെ കാണും. എന്നാലും ഞാൻ കജകജാന്ന് അരിയാൻ നോക്കും. കൈ പോയാൽ ഇപ്പം വല്ലതും കേൾക്കുകയും ചെയ്യും അച്ഛമ്മച്ചിയുടെ വായിന്ന്. സൂക്ഷിച്ചും കണ്ടും ചെയ്താൽ നിനക്ക് കൊള്ളാം. നീ പെട്ടെന്ന് ചെയ്താ ക്യാമറമാന് വേണോ? എനിക്ക് വേണമെന്നൊന്നുമില്ല. നിനക്ക് വിശക്കുന്നുണ്ട്, നീ ഉണ്ടാക്കി. ഇതിനകത്തെ കുഴപ്പം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു സാധനം എടുക്കാൻ കമ്പത്തിന് പോകണം. അപ്പൊ എനിക്കിത് എടുത്ത് തന്നിട്ട് വേണം പോവാൻ. ഇല്ല, നാളെ വീഡിയോ ഇല്ല. എന്റെ കുക്കിംഗ് സ്കിൽസ് ഒക്കെ കാണുന്ന ഇവിടെ. പാസ്ത ഒന്നുമില്ല, മുട്ടച്ചോറ് എന്നൊക്കെ വിളിക്കും ഞാൻ. എങ്ങനെയൊന്നും അറിയത്തില്ല. അപ്പൊ നമ്മുടെ പാനിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സത്യം പറഞ്ഞ ഇതൊക്കെ ഇന്നലെ ഇരുന്ന് സ്കൂളിൽ ഇരുന്ന് പ്ലാൻ ചെയ്തായിരുന്നു, എന്നേരൊക്കെ വിശക്കുമ്പോൾ ഉണ്ടാക്കി നോക്കാൻ. അപ്പൊ അങ്ങനെ കിട്ടിയൊരു ഐഡിയ. എണ്ണ ഞാൻ ഉരുക്കിയതാ, പക്ഷെ അങ്ങോട്ട് വീഴുന്നില്ലല്ലോ എണ്ണ. അതുപോലത്തെ തണുപ്പാ. ചക്ക ഒരുക്ക് കഴിഞ്ഞോടി. ദൈവമേ, ഇനി ചക്കയുടെ വീഡിയോ കാണിച്ചേക്കരുതെന്നാ പറഞ്ഞേക്കുന്നത്. ഇനി ചക്കയേ ഇല്ല. അതെന്നാന്നറിയോ ചക്ക ഇതുപോലെ വരുന്നത്? ഏലത്തിനകത്ത് നിൽക്കുന്ന മരങ്ങളുടെ പ്ലാവിന്റെ ഒക്കെ എരമ്പ്, മറ്റേ എന്നാ പറയുന്നേ, കൊമ്പ് എല്ലാ വർഷവും ഇറക്കണം. അപ്പൊ അത് വെട്ടുന്നത് കൊണ്ട് അതേ കിടക്കുന്ന ചക്ക മുഴുവൻ പറിച്ച് താഴെ ഇടുക. അപ്പൊ അന്നേരം വരുന്ന വഴിക്കുള്ള ചക്ക മുഴുവൻ എടുത്തോണ്ട് പോകില്ല. അല്ലെങ്കിൽ ഇത് മൊത്തം പഴുത്ത ഏലത്തിനകത്തോട്ട് വീഴുവേ. അതുകൊണ്ട് അത് വെട്ടിക്കളയുന്നത്. അതുകൊണ്ടാണ് ഏലത്തിൽ പണിക്ക് വരുന്ന ചേട്ടനെയാണ്. അതുകൊണ്ട് ഏതായാലും ചക്ക തീരുന്നിടം വരെ ചക്ക തന്നെ തിന്നാ അല്ലേ? അത് വിളയുന്ന ചക്ക അവരവിടെ എടുത്ത് വെച്ചിട്ട് പോകും. ഇനി ആരെയും കാണിച്ചേക്കില്ല കേട്ടോ. ഇനി വീട്ടിൽ ചക്ക നിരോധിച്ചിരിക്കുന്നു. ഇന്ന് ലാസ്റ്റ് ദിവസം. അങ്ങനെയൊന്നുമില്ല, എരമ്പ് വെട്ടി തീരുന്നിടം വരെ ചക്ക കാണും. വേണം അച്ചമ്മച്ചി ഓടിക്കാൻ. അച്ചമ്മച്ചിക്കാണെങ്കിൽ ചക്കയും കപ്പയും കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. മാമനും അതെ, മാമൻ ഇന്ന് മൊത്തം ഇരുന്ന് ചക്ക ഒരുക്കുമായിരുന്നു. അപ്പൊ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കാം, അരിഞ്ഞു വെച്ചതെല്ലാം. എനിക്ക് പെട്ടെന്ന് പണി തീർത്ത് പെട്ടെന്ന് തിന്നാനുള്ളതാണ്. അപ്പൊ എളുപ്പമായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പ് അളവൊന്നും അറിയത്തില്ല, ഞാനല്ലേ തിന്നുള്ളൂ. അപ്പൊ കൂടിപ്പോയൊന്നും എനിക്ക് കുഴപ്പമില്ല. അത് കൊള്ളാലോ. എനിക്ക് കൂടിപ്പോയൊന്നും കുഴപ്പമില്ല, അതുകൊണ്ട് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഞാൻ നല്ലപോലെ ഒന്ന് വഴറ്റാം. നമുക്ക് പറയുന്നുള്ളൂ, ഞാനിപ്പൊ തന്നെ മുട്ടയും പൊട്ടിച്ച് ചോറ് വാരി ഇടും. വഴറ്റൊന്നുമില്ല. എന്നിട്ട് 2 മിനിറ്റ് അങ്ങ് മൂടി വെച്ചാൽ മതി. അപ്പോഴേ ഞാൻ മുട്ട പൊട്ടിച്ചാൽ മാത്രം ശരിയാവുകയില്ല, തൊണ്ടും എല്ലാം കൂടെ അങ്ങ് വീഴും. അപ്പൊ അത് അമ്മയ്ക്ക് കൊടുത്തേക്കാം. ഒരെണ്ണം മതി. അല്ല, വേണം ഒരെണ്ണം കൂടെ ഇടാം. മുട്ടയെ നമ്മള് ചിക്കിയില്ല, ആ ഒരു ഇത് നീക്കണം. ഇതിപ്പോ ചോറി പറ്റി പിടിക്കൂലോ, ആ ഒരു ഇത് നീക്കണം. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഇനി ചോറിട്ട് കൊടുക്കാം. ഏതായാലും വീട്ടിലുള്ള കുട്ടി ചോറൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ നമ്മളിപ്പോ എടുത്തേക്കുന്ന ചോറിട്ട് കൊടുക്കാം ഇതിൻ്റെ അകത്തോട്ട്. ഇനി ഇത് കൊള്ളാം, നല്ല ഐഡിയ. നിനക്ക് മുട്ട തിന്നാനുള്ള ഐഡിയ ആയിരുന്നു എനിക്ക് തോന്നുന്നത്. വിശക്കുന്നുണ്ടോടാ? സത്യം പറ. എനിക്ക് വിശക്കുന്നുണ്ട്. ആണോ? പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്ക്. ചോറ് മാത്രം വെച്ച് കുറച്ച് വെജിറ്റബിൾസും ഇട്ട് അങ്ങോട്ട് ഉണ്ടാക്കിയാ പോരെ? ബുദ്ധി വേണം. അപ്പൊ ഇനി പണിയൊന്നുമില്ല, ഇളക്കി ഒന്ന് സെറ്റാക്കി എടുക്കാം. അമ്മ മല്ലിയില ഇടണോ അമ്മ ഇതിൻ്റെ അകത്ത്? വേണ്ട. അപ്പൊ നമ്മുടെ ഇങ്ങനെ ഇരിക്കും. ഇനി ഇത് കുറച്ച് ഇളക്കി ഇതിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച്, എനിക്കറിയത്തൊന്നും ഇല്ല, എന്നാലും ഒരു പറയുന്നതൊക്കെ കേട്ടിട്ട് ചോറിന് ഉപ്പ് വേണമെന്ന് തോന്നുന്നു. അപ്പൊ അതും കൂടെ ഇട്ട് കൊടുത്തു. അതെ, ഉപ്പില്ലെങ്കിലും ഇനി ഏതായാലും നീ ഉണ്ടാക്കിയത് നിന്നെ കൊണ്ട് തന്നെ അവർ തീറ്റിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അവരും തിന്നുമെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചോറ് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇളക്കി ഒന്ന് ഇതാക്കി എടുക്കാം.
അവൻ വരികയാണെങ്കിൽ അവനും കൊടുക്കാം. ആ അവൻ ജിമ്മിൽ നിന്ന് വരാറായി കാണുമല്ലോ. ആ ആയി കാണും. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് മിക്കവാറും ഇത് ആരെങ്കിലും സ്കൂളിലെ ടീച്ചർമാരും എല്ലാം കണ്ടാൽ നിന്നെ കൊണ്ട് അവർ പാചകം വരെ പണിയെടുപ്പിക്കും. അവിടെ കണ്ടോ? ആ നോക്കി ഇരിക്കത്തേ ഉള്ളൂ. നിനക്ക് ഇത്രയും പാചകകല അറിയാവുന്നവർക്കേ ആ മനസ്സിലായി അവർ നിനക്ക് നല്ല പണി തരും. കണ്ടോ? അതെ അതെ. അപ്പോഴേ ഇതിന് നല്ലപോലെ ടേസ്റ്റ് കിട്ടാൻ ഇപ്പൊ തണുപ്പും എല്ലാം കൂടെ അല്ലേ, നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് ഇളക്കി എടുത്തേക്കാം. ഇത് കൊള്ളാം, നല്ല ഐഡിയ ആണല്ലോ. ആ ടേസ്റ്റ് കൂടിക്കോളും. ഇനി ഇതൊന്ന് ഇളക്കി സെറ്റാക്കാം. നമ്മുടെ നാരകത്തേൽ കുറെ നാരങ്ങ ഉണ്ടായിരുന്നു, ഇത് കണ്ടോ? കുറെ നാരങ്ങ ഉണ്ട്. അപ്പം അതിനൊരു ലാസ്റ്റ് ആയിട്ട് ഒരു ഫിനിഷിങ് പോലെ നമുക്ക് ഒരു നാരങ്ങ കൂടെ മുറിച്ച് ഒഴിച്ചേക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ? നല്ല ടേസ്റ്റ് വരും. അപ്പം നമുക്ക് നാരങ്ങ കൂടെ പിഴിഞ്ഞൊഴിച്ചാൽ നമ്മുടെ ഐറ്റം റെഡി. ഇത് കൊള്ളാം. ഇതിപ്പോ നിനക്ക് കിട്ടുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. നീ ഇത് ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊണ്ടു കൊടുത്താൽ അവര് തിന്ന് തീർക്കും. മിക്കവാറും തീർത്ത് കൈ തരും. അപ്പൊ നമ്മുടെ ഐറ്റം റെഡി. എന്നാ ടേസ്റ്റ് ചെയ്ത് നോക്കൂ. പണിക്കട ഓരോരോ സ്പൂൺ വെച്ച് തിന്നാ മതി കേട്ടോ. സ്പൂൺ വെച്ചേക്കുന്നത് മാമ തിന്നു നോക്ക്. ഇത് ഓരോ സ്പൂൺ തിന്നണം. കഴിഞ്ഞ ദിവസം കുഞ്ഞ് 5 കപ്പ് വെള്ളം എടുത്തോലാണല്ലോ കുഞ്ഞ്. ഞങ്ങൾക്ക് അങ്ങനെയല്ല, ഞങ്ങൾക്ക് തിന്നാ വയറുന്നേരം തിന്നണം. എന്നാ ഞാൻ തിന്നാലേ. അപ്പൊ നിനക്ക് തിന്നാനാണോ ഇത് ഉണ്ടാക്കിയേ? അങ്ങനായിരുന്നു പ്ലാൻ. അത് കഴിഞ്ഞപ്പോഴല്ലേ ഇവിടുന്ന് വിളി തുടങ്ങിയേ, മണമൊക്കെ അടിച്ചിട്ട്. ഓ പിന്നെ ഞങ്ങൾക്ക് അറിയണ്ടേത് എന്നാ സംഭവം. നോക്കട്ടെ ആദ്യം. തിന്നോക്ക് തിന്നോക്ക്. എങ്ങനെയുണ്ട്? മാമന്റെ അടുത്ത് കൊടുത്തേ. തിന്നോക്ക്. നീ ഇനിയിപ്പോ ഇത് ഉണ്ടാക്കിയോണ്ട് തിന്നാൻ കൊള്ളാമെന്ന് എനിക്ക് പേടി. പേടിക്കണ്ട, ഞാൻ നല്ല ഷെഫാ. ഒരു മയ ഉപ്പൂടെ ഉണ്ടേ കൊള്ളായിരുന്നു. പോലെ ഉപ്പ് കുറവ് അല്ലേ? ഉണ്ട്. കണ്ടോ? മാമൻ അറിയാൻ നല്ലതാണ്. കണ്ടോ? എന്നാ ഞാൻ ശരിയാത്തായിരിക്കും. പച്ചമുളക് ആണല്ലോടാ. അത് ഞാൻ ഇതിനെരിഞ്ഞിട്ടവാ. കുരുമുളക് കിട്ടല്ലേ? ആ അതിന്റെ ഒരു രുചി എരിവുണ്ട്. എങ്ങനെയുണ്ട്? ഫ്രൈഡ് റൈസിന്റെ ടേസ്റ്റ്. കൊള്ളുന്നില്ലേ? കണ്ട് കാന്താരിക്കും ഉണ്ടായിരുന്നു ഇച്ചിരി എരിവ്. പച്ചമുളക് ഉണ്ട്, തിന്നോ. അപ്പൊ അടിപൊളി സാധനല്ലേ? അപ്പൊ കുഞ്ഞ് നമ്മൾ ആസ്ഥാന ഷെഫായിട്ട് പ്രഖ്യാപിച്ചേക്കുന്നു. നീ വേണമെങ്കിൽ എടുത്ത് കഴിച്ച് തീർത്തോ, അല്ലെങ്കിൽ നിനക്ക് കിട്ടത്തില്ല. നാളെ തൊട്ടേ കറി വേറെ വെക്കുന്നില്ല കേട്ടോ. കറി നടന്നത്. ഇതിനകത്താകുമ്പോ തക്കാളി ഉണ്ട്, പച്ചമുളക് ഉണ്ട്, സവോള ഇതിനി കറിയുടെ ആവശ്യം വേണ്ട. അല്ല നമ്മളല്ലെങ്കിൽ കറിയും വെക്കണം, ചോറും വെക്കണ്ടേ. അരി വെച്ച് കഴിയുമ്പോ എല്ലാം കൂടെ പൊട്ടിച്ചങ്ങോട്ട് ഒഴിച്ചല്ലേ. ഇതിനകത്ത് പച്ചക്കറി എല്ലാം ഉണ്ട് താനും. ഇത് മതിയല്ലേ? അന്നേരം പച്ചക്കറി തിന്നാം. അല്ലെങ്കിൽ പച്ചക്കറി തിന്നാൻ വലിയ പാടല്ലേ. ഇത് ഞാൻ പണി കണ്ടിട്ടുണ്ട്. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.